നമസ്കാരം, എല്ലാവർക്കും സമയം മലയാളത്തിലേക്ക് സ്വാഗതം. ന്യൂസ് പേപ്പറും ഉലുവയും ഉപയോഗിച്ച് ഒരു ബൗൾ തയ്യാറാക്കിയാലോ? സാധനങ്ങളൊക്കെ ഇടാനോ അല്ലെങ്കിൽ ഫ്രൂട്ട്സ് ഒക്കെ ഇട്ട് വെക്കാനോ സാധിക്കുന്ന ബൗളാണ് തയ്യാറാക്കാൻ പോകുന്നത്. ന്യൂസ് പേപ്പർ, ഉലുവ, വെള്ളം, ഗ്ലാസ് ബൗൾ, പെയിന്റ്, തുണി എന്നിവയാണ് ഇത് തയ്യാറാക്കാനായിട്ട് നമുക്ക് വേണ്ടത്. ഇനി എങ്ങനെയാണ് ഈ ബൗൾ തയ്യാറാക്കുന്നത് എന്ന് നോക്കാം. അതിനായി ആദ്യം ന്യൂസ് പേപ്പർ എടുത്ത് ചെറിയ കഷ്ണങ്ങളായി ഇതുപോലെ മുറിച്ചെടുക്കുക. ഇവിടെ എല്ലാം മുറിച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു ബൗളിലേക്ക് എടുക്കാം. മുറിച്ചെടുത്ത പേപ്പർ എല്ലാം ഒരു പാത്രത്തിൽ എടുത്തതിന് ശേഷം ഈ പാത്രത്തിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ന്യൂസ് പേപ്പർ എല്ലാം കുതിരാൻ ആവശ്യമായ വെള്ളമാണ് ഒഴിക്കേണ്ടത്. അടുത്തതായി മറ്റൊരു ബൗൾ എടുക്കുക. അതിലേക്ക് ഉലുവ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ന്യൂസ് പേപ്പറും അതുപോലെ തന്നെ ഉലുവയും കുതിരാനായിട്ട് 24 മണിക്കൂർ ഇതിങ്ങനെ തന്നെ വെക്കാം. പേപ്പറും ഉലുവയും അടുത്ത ദിവസം കംപ്ലീറ്റ് ആയിട്ട് കുതിരും. അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. ഇവിടെ ഒരു ദിവസം മുഴുവൻ വെച്ച് ഇത് കുതിർത്തി എടുത്തിട്ടുണ്ട്. ഇനി കുതിർത്തിയെടുത്ത ഉലുവ മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. നല്ല പേസ്റ്റ് പോലെ ഇവിടെ അരച്ച് കിട്ടിയിട്ടുണ്ട്. ന്യൂസ് പേപ്പറും ഇതുപോലെ തന്നെ മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. ഇനി ന്യൂസ് പേപ്പർ പേസ്റ്റും അതുപോലെ തന്നെ ഉലുവ പേസ്റ്റും വീണ്ടും മറ്റൊരു മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. ഇപ്പൊ നമുക്കിതാ ഇതുപോലെയാണ് കിട്ടിയിട്ടുള്ളത്. ഇനി അടുത്തതായിട്ട് ഒരു ബൗളും ഒരു കോട്ടൺ തുണിയും എടുക്കുക. ബൗള് കമഴ്ത്തി വെച്ചതിന് ശേഷം അതിന് മുകളിലായിട്ട് ഇവിടെ എടുത്തു വെച്ചിരിക്കുന്ന തുണി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് പതുക്കെ ഇതുപോലെ നനച്ചു കൊടുക്കുക. നന്നായി നനച്ച് ഇതുപോലെ ഈ പാത്രത്തിൽ ഈ തുണി ചുറ്റി വെക്കാം. നന്നായി ചുറ്റി വെച്ചതിന് ശേഷം ഇതിന് മുകളിലായിട്ട് അരച്ചു വെച്ചിട്ടുള്ള ഉലുവ ന്യൂസ് പേപ്പർ പേസ്റ്റ് ഇങ്ങനെ പൊതിഞ്ഞു കൊടുക്കുക. 2-3 ലെയർ ഇതുപോലെ കോട്ട് ചെയ്ത് കൊടുക്കണം. ഇതുപോലെയാണ് 2-3 ലെയർ കോട്ട് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുക. 24 മണിക്കൂർ ഇത് ഉണങ്ങാനായിട്ട് മാറ്റി വെക്കാം. ഇവിടെ 24 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇതിപ്പോ നന്നായി ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് എടുക്കുന്നതിന് മുൻപ് അരികിൽ അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കണം. അതിനുശേഷം നമുക്ക് ഗ്ലാസ് ബൗൾ ഇങ്ങനെ പുറത്തെടുക്കാം. ഗ്ലാസ് ബൗൾ പുറത്തെടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് ഈ തുണിയും പുറത്തെടുക്കണം. അപ്പൊ തുണിയും നമ്മൾ ഈസി ആയിട്ട് തന്നെ എടുത്തിട്ടുണ്ട്. ഇവിടെ ഇതിന്റെ അകത്ത് ഉണങ്ങിയിട്ടില്ല. അപ്പൊ ഇത് ഉണങ്ങാനായിട്ട് 1 മണിക്കൂർ സമയം നമുക്ക് ഇത് മാറ്റി വെക്കണം. നന്നായി ഉണങ്ങി കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ പെയിന്റ് അടിച്ചു കൊടുക്കാം. അപ്പൊ ഇവിടെ ചുവന്ന കളറുള്ള പെയിന്റ് എടുത്തിട്ടാണ് ഞാൻ അടിച്ചു കൊടുക്കാൻ പോകുന്നത്. ബൗള് മുഴുവൻ ചുവന്ന പെയിന്റ് അടിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ബൗൾ ഇവിടെ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. ഇതിൽ ദാ ഇതുപോലെ ഫ്രൂട്ട്സ് ഒക്കെ ഇട്ട് വെക്കാം. അപ്പൊ നിങ്ങളുടെ ടേബിളിലൊക്കെ ഇതുപോലെ ഫ്രൂട്ട്സ് ഒക്കെ ഇട്ട് വെക്കാനായിട്ട് ഇത്തരത്തിലുള്ള ഒരു ബൗൾ നിങ്ങളും തയ്യാറാക്കി നോക്കുക. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി സമയം മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക.